ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാർക്കറ്റ് വളരെ ഒരു ബുള്ളിഷ് ഓർബിറ്റിലാണ്. ജനറലി മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിലും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ തന്നെ പല ക്ലയൻസും ഇത് ഇത്രയും കയറിപ്പോയി ഇനി നമുക്ക് മേടിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഫിയറോട് കൂടി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഒരുപാട് പേരെടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു ടിപ്പിക്കൽ ട്രൂ ബുൾ മാർക്കറ്റാണ്. ആസ് ലോങ് ആസ് പീപ്പിൾ ക്വസ്റ്റ്യൻ വൈ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്, ദ മാർക്കറ്റ് വിൽ കണ്ടിന്യൂ ടു ഗോ അപ്പ്. ഇത് കഴിഞ്ഞിട്ട് കുറേ കയറി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇനി നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ ഒന്നുകൂടെ എൻട്രി ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് 3 കാര്യങ്ങളാണുള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിൻ്റെ ഫ്രൻസി ഭയങ്കര അപ്പാണ്, ഓരോ ദിവസവും 100-200 പോയിന്റ് എല്ലാം കയറുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സ് അല്ല, വേൾഡ് മാർക്കറ്റ്സ് മൊത്തത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെദർ യു ടേക്ക് US മാർക്കറ്റ്സ്, യൂറോപ്യൻ മാർക്കറ്റ്സ്, ജാപ്പനീസ് മാർക്കറ്റ്സ്, ഓൾ മാർക്കറ്റ്സ് ആർ അറ്റ് ഓൾ ടൈം ഹൈ, നോട്ട് ഓൺലി ഇന്ത്യൻ മാർക്കറ്റ്സ്. ഇതിൽ ഞാൻ ഇന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റ്സ് ആർ ഡൂയിങ് റിലേറ്റീവ്ലി ബാഡ് കമ്പയർഡ് ടു അതർ മാർക്കറ്റ്സ്. ഇപ്പം S&P 500 US-ലെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ്. അത് ഇയർ ടു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി മുതൽ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 17.7%. മോർഗൻ സ്റ്റാൻലി വേൾഡ് ഒരു ഇൻഡെക്സ് ഉണ്ട്. വേൾഡിലുള്ള എല്ലാ കൺട്രീസിലെയും നല്ല സ്റ്റോക്സ് പാർട്ടിസിപ്പേറ്റ് ഉള്ള ഒരു ഇൻഡെക്സ് ആണ്. ദാറ്റ് ഇൻഡെക്സ് ഹാസ് ഗോൺ അപ്പ് ബൈ 14.4% ഫ്രം January 1st to yesterday. And if you compare with Indian markets, നമ്മുടെ മാർക്കറ്റ് ഹാസ് ഗോൺ ഓൺലി 12.4% നിഫ്റ്റി. അപ്പോൾ റിലേറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മാർക്കറ്റ് എന്തിനാ മുകളിലോട്ട് കയറുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റീസൺ ദ ഹോൾ വേൾഡ് മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ് ആൻഡ് റിലേറ്റീവ്ലി ഇന്ത്യൻ മാർക്കറ്റ് ബാക്കിയുള്ള മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. സെക്കൻഡ് ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഹ്യൂജ് ഫണ്ട് ഫ്ലോ വരുന്നുണ്ട്. അത് മെയിനായിട്ട് റീറ്റെയിൽ ഫണ്ടാണ് വരുന്നത്, ത്രൂ മ്യൂച്വൽ ഫണ്ട്സും അല്ലാതെ എല്ലാം വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ വി ആർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ FI ഫണ്ട് ഫ്ലോ. FIs വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ FIs മേടിക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാരും FI ഫിഗേഴ്സ് പോലും നോക്കുന്നില്ല. ബിക്കോസ് ഡൊമസ്റ്റിക് ഫണ്ട് ഫ്ലോ ഈസ് സോ ഹ്യൂജ്. ഇപ്പോൾ FIs ആർ നോ ലോങ്ങർ കൺട്രോളിങ് അവർ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് 20,000 to 21,000 crores ആണ് SIPയിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുന്നത്. SIP എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്. വെദർ മാർക്കറ്റ് ഗോസ് അപ്പ് ഓർ കംസ് ഡൗൺ, there will be steady flow of SIPs. സെക്കൻഡ്, SIPs അല്ലാതെ ഉള്ള ഇപ്പം നോർമലി 22,000 23,000 ആണ് മന്ത്ലി ഫ്ലോ വന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് മന്ത് ഇറ്റ് വാസ് 40,000 crores. അതിൽ SIP തന്നെ 22,000 കോടി രൂപയും വന്ന് ബാക്കി ഉള്ളതിൽ കുറേ ന്യൂ ഫണ്ട് ഓഫറിങ്സ് വന്നിരുന്നു, പുതിയ ഫണ്ട്സ്, സ്പെസിഫിക് ഫണ്ട്, ഡിഫൻസ് ഫണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെക്ടർ സ്പെസിഫിക് ഫണ്ട്സ് വന്നിട്ടുണ്ട്. അതിലൊരു 15,000 crores വന്നിട്ടുണ്ട്. ഈവൻ ദെൻ 40,000 crores ഇസ് എ ഹ്യൂജ് എമൗണ്ട്. നമ്മൾ 2006-ലും 2007-ലും ആ സമയത്തൊക്കെ നമ്മൾ ഇയർലി FI ഫ്ലോ എന്ന് പറയുന്നത് 40,000 കോടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു മാസമാണ് നമ്മൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് ഈ എമൗണ്ട് ഇവിടെ വരുന്നത് കാരണം മാർക്കറ്റ് വിൽ കണ്ടിന്യൂ ടു ഗോ. ഇപ്പം ന്യൂ ഫണ്ട് ഓഫറിംഗിൽ ന്യൂ ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി ഫണ്ട് മാനേജേഴ്സ് ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻസ് ബട്ട് ടു ബൈ ദ ഷെയർസ്. ഫോർ എക്സാമ്പിൾ ഡിഫൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ICICI മോട്ടിലാൽ ഡിഫൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫണ്ട് കൊണ്ടുവന്നിട്ട് ആ ഡിഫൻസിലുള്ള സ്റ്റോക്സ് ആകെ കുറച്ച് സ്റ്റോക്സേ ഉള്ളൂ. അവർക്ക് ഇതല്ലാതെ വേറെ എന്താ മേടിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിൽ കൊള്ളാവുന്ന സ്റ്റോക്സ്. അപ്പം ഇതെല്ലാം ഈ ഡിഫൻസ് സ്റ്റോക്സ്, ഇപ്പം നമ്മൾ 3 കാറ്റഗറിയിലുള്ള സ്റ്റോക്സ് ആണ് ഭയങ്കര ഓവർ വാല്യൂഷനിൽ നിൽക്കുന്നത്. ഒന്ന് റെയിൽവേസ്, പിന്നെ ഒന്ന് ഡിഫൻസ്,
പിന്നെ റിന്യൂവൽ എനർജി വെച്ചാൽ വിൻഡ്, സോളാർ, ഹൈഡ്രോ, ഈ സ്റ്റോക്സ് എല്ലാം കയറി പോവാണ്. അപ്പൊ ഈ ഫണ്ട് ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഇനി എപ്പോഴാണ് കറക്ഷൻ വരുന്നത്, കറക്ഷൻ വന്നിട്ട് വാങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പം ആ ഹ്യൂജ് ഫണ്ട് ഫ്ലോ ആണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ എക്കോണമി ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഇപ്പം വേൾഡിലെ ഏറ്റവും മേജർ എക്കോണമീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 8.2%. ഈ റേഞ്ചൊക്കെ നമ്മൾ 2006-07 ആ വലിയൊരു ബുൾ മാർക്കറ്റ് വന്നപ്പോഴത്തേക്കാണ് കണ്ടിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയിലുള്ള കമ്പൈൻഡ് EPS എന്ന് പറയും, കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് ദ നിഫ്റ്റി ഷെയർസ്. അതിപ്പോൾ നിഫ്റ്റിയിൽ ഓരോ സ്റ്റോക്കിന് ഓരോ വെയിറ്റേജ് ആണ്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിഫ്റ്റിയുടെ ഏർണിങ്സ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ജനറൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ വർഷം കൂടുന്നതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷത്തെ കണക്ക് 22% നിഫ്റ്റിയിലുള്ള കമ്പനീസിന്റെ ഏർണിങ്സ് ഗ്രോ ചെയ്തു. അപ്പോൾ മാർക്കറ്റ് കയറുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് അവർ കമ്പനീസ് ആർ മേക്കിംഗ് പ്രോഫിറ്റ്സ്. അല്ല ചുമ്മാ സ്പെക്കുലേഷനോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇത് റീറ്റെയിൽ മണി കൊണ്ട് മാത്രം വി കാൻ സേ ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ഓഫ് ദ മാർക്കറ്റ്. ശരിക്കുള്ള ജെനുവിൻ ആയിട്ടുള്ള ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ട്. വി കമ്പയർ വിത്ത് ദ പ്രീവിയസ് ഇയർ, ദാറ്റ് ഈസ് 2022-23, അന്നത്തെ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറയുന്നത് 6% ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഏർണിങ്സ് ഗ്രോത്ത് വന്നിട്ടുള്ള പീരിയഡ് ഐ സ്റ്റിൽ റിമെമ്പർ. ഞങ്ങൾ അന്ന് മുതൽ സെൻസെക്സിന്റെ EPS ഫോളോ ചെയ്യുന്നതാണ്. ഫ്രം 2003 to 2008 ഏർണിങ്സ് ഗ്രോത്ത് വാസ് 20%, 22%, 25%, 27%. അങ്ങനെ 4-5 വർഷം ഏർണിങ്സ് 25% ആവറേജ് ഗ്രോത്ത് 2003 മുതൽ 2008 വരെ ഉണ്ടായി. അന്ന് എന്താണ് പറ്റിയെന്ന് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2003 3000 ആയിരുന്ന സെൻസെക്സ് 2008 ജാനുവരി ആയപ്പോഴത്തേക്ക് 21,000 ആയി. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ എ മാറ്റർ ഓഫ് 5-6 years the Sensex multiplied by 7 times. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഏർണിങ്സ് ഗ്രോത്ത് കഴിഞ്ഞ വർഷമൊക്കെ 6% ആയിരുന്നു, ബട്ട് എക്സ്പെക്ടേഷനിലാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ 22% ഗ്രോത്ത് ഈ 2008 ശേഷം ഇതുവരെ വന്നിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം വന്നത് കോവിഡ് കഴിഞ്ഞിട്ട്, കോവിഡിൽ എക്കോണമി എല്ലാം ഷട്ട് ഡൗൺ ആയപ്പോഴത്തേക്ക് 2021-21 22 നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 22% വന്നിട്ടില്ല. അപ്പം ഈ സപ്പോസ് ദിസ് 22% ഗ്രോത്ത് അല്ലെങ്കിൽ 24-ഓ 25-ഓ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനിയും ഒരുപാട് കയറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ 3 ഫാക്ടേഴ്സും ഫേവറബിൾ ആണ്. ലിക്വിഡിറ്റി ഉണ്ട്, വേൾഡ് മാർക്കറ്റ് സപ്പോർട്ട്, അതിൻ്റെ സപ്പോർട്ടുണ്ട്, എല്ലാ മാർക്കറ്റ്സും കയറുന്നുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് മാത്രം സ്പെക്കുലേറ്റീവ് ആയിട്ടല്ല കയറുന്നത്, പിന്നെ ജെനുവിൻ ആയിട്ട് ഉള്ള ഏർണിങ്സ് സപ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ നമ്മുടെ വാല്യുവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യുവേഷൻസ് ഇതിന് മുമ്പ് മാർക്കറ്റ് ക്രാഷ് ചെയ്ത സമയത്തൊക്കെ എൻ്റെ മെമ്മറിയിലുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് ഹർഷത് മേത്തയുടെ പീരീഡിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തായിരുന്നു. ദി വാല്യുവേഷൻ വാസ് 57. നമുക്ക് ആ പീരീഡിൽ, ആ ഹർഷത് മേത്ത കാലത്ത് വാല്യുവേഷൻ ഓഫ് ദി മാർക്കറ്റ് വാസ് 57. കേത്തൻ പരേഖിൻ്റെ കാലത്ത് ഇറ്റ് വാസ് അറൗണ്ട് 54 or 52. ഞാൻ PE ഓഫ് ദ മാർക്കറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ലാസ്റ്റ് 2008 മാർക്കറ്റ് ക്രാഷ് ചെയ്ത സമയത്ത് PE വാസ് അറൗണ്ട് 30. 2008 നല്ലൊരു ക്രാഷ് വന്നല്ലോ, ലേമൻ ബ്രദേഴ്സിന്റെ ബാങ്ക്രപ്സി ഒക്കെ കാരണം ആ ക്രാഷ് വന്നപ്പോഴത്തേക്ക് ദിസ് വാസ് അറൗണ്ട് 30. ഇപ്പോ ഈവൻ ആഫ് ദ മാർക്കറ്റ് ഹാസ് ഗോൺ അപ്പ് സോ മച്ച്, ദ വാല്യുവേഷൻസ് ആർ ഓൺലി അറ്റ് 23. 23 എന്ന് പറയുന്ന ഒരു ഗ്രോയിങ് മാർക്കറ്റ് ലൈക്ക് ഇന്ത്യ, ഇറ്റ് ഇസ് റീസണബിൾ വാല്യുവേഷൻസ്. ആൻഡ് ദ ഏർണിങ്സ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ടേക്ക് 1 year ഫോർവേഡ് PE, ഇപ്പം നമ്മൾ എടുക്കുന്ന ട്രെയിലിംഗ് PE എന്ന് വെച്ചാൽ കഴിഞ്ഞ മാർച്ച് വെച്ചിട്ടുള്ള റിസൾട്ട്സ് വെച്ചിട്ട് അതിൻ്റെ ഏർണിങ്സ് വെച്ച് എടുക്കുമ്പോഴാണ് നമ്മൾ 23 വരുന്നത്. ഇപ്പോൾ 1 year ഫോർവേഡ് PE നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി 19. 19 ഇസ് എ റീസണബിൾ വാല്യുവേഷൻ. അപ്പോൾ മാർക്കറ്റ് ഇത്രയും കയറിയിട്ടും വാല്യുവേഷൻസ് കൂടാതിരിക്കുന്നതിൻ്റെ റീസൺ ബിക്കോസ് ദർ ഇസ് ജെനുവിൻ പ്രോഫിറ്റ്സ് ദാറ്റ് കമ്പനീസ് മേക്ക്, സോ ദാറ്റ് EPS ഹൈ ആയതുകൊണ്ട് പ്രൈസ് ബൈ PE റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ PE റേഷ്യോ നമ്മൾ ഭയങ്കരമായിട്ട് കയറുന്നില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഇത്രയും കയറി ബുക്ക് ചെയ്ത് മാറി നിൽക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, മിഡ് ക്യാപ് വാല്യുവേഷൻസ് ആർ വെരി ഹൈ. മിഡ് ക്യാപ് വാല്യുവേഷൻസ്, മിഡ് ക്യാപ് 100 NSEയുടെ ഒരു ഇൻഡെക്സ് ഉണ്ട്, അതിൻ്റെ PE റേഷ്യോ വന്നിട്ട് 42 ആണ്.
BSE സ്മോൾ ക്യാപ്പ് ഒരു 500 ഇൻഡെക്സ് ഉണ്ട്, അതിന്റെ വാല്യുവേഷൻ വന്നിട്ട് 37 ആണ്. ബട്ട് നിഫ്റ്റിയുടെ വാല്യുവേഷൻസ് വി ആർ ഓൺലി 23. അപ്പം വാട്ട് വി ഹാവ് ടു ബി കെയർഫുൾ ഇസ് ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് നമുക്കറിയാം, ഒരുപാട് ഷെയർസ് ഒരുപാട് കയറിപ്പോയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാര്യം മാർക്കറ്റ് എന്തായാലും ഒരു കറക്ഷൻ വരും. അതിപ്പോൾ എന്ന് കറക്ഷൻ വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ജനറൽ ആയിട്ടൊരു ഫീലിംഗ് ബഡ്ജറ്റ് വരെ ഒന്നും പറ്റില്ല കേട്ടോ. ബഡ്ജറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ബഡ്ജറ്റിന് തലേദിവസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റിന് ഒരാഴ്ച മുമ്പേ ചിലപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. നമുക്ക് ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് ഐ എം സേയിങ് ഈസ് നമുക്ക് എക്സസീവ് പ്രോഫിറ്റ്സ് ഇൻ മിഡ് ക്യാപ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ബബിൾ പോലെ മുകളിൽ കയറുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 3 സെക്ടേഴ്സാണ്: ഡിഫൻസ്, റെയിൽവേസ്, റിന്യൂവബിൾ എനർജീസ്. അതിന് റിന്യൂവബിൾ എനർജിയിൽ വിൻഡും സോളാർ കമ്പനീസിന്റെ പല കമ്പനീസും ദേ ആർ മേക്കിംഗ് ലോസസ്. അതിന് നമുക്ക് വാല്യുവേഷൻ ഇടാൻ പറ്റില്ല. ഇപ്പോൾ വാല്യുവേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ കമ്പനി ഹാസ് ടു ഏൺ പ്രോഫിറ്റ്സ്. അപ്പോൾ വാല്യുവേഷൻ ഇല്ല, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങാതെ തന്നെ ഭയങ്കരമായിട്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഓൾ ദീസ് ഹാവ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫ്യൂച്ചേഴ്സ്. ഡിഫൻസിനാണെങ്കിലും ശരി, റിന്യൂവബിൾ എനർജിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് റെയിൽവേ സെക്ടർ ആണെങ്കിലും ശരി, ഹ്യൂജ് പൊട്ടൻഷ്യൽ ഈസ് ദെയർ ഇൻ ദ ഫ്യൂച്ചർ. ബട്ട് ഇനി ഒരു 4-5 വർഷം ഇവർ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കും, ആ പ്രോഫിറ്റിനെ ഡിസ്കൗണ്ട് ചെയ്ത് പ്രൈസസ് ഓൾറെഡി ഗോണം. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ബി കെയർഫുൾ ഇൻ ദി സെക്ടേഴ്സ്. എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു പഴയ ക്ലയൻറ്റ് ചോദിച്ചു, RVNL ഒരുപാട് കയറിയ എന്താ ചെയ്യേണ്ടത്, മുഴുവൻ വിൽക്കണോ? ഞാൻ സാർ നമുക്ക് ഇത് ഇനി എത്രത്തോളം കയറുമെന്ന് അറിയില്ല. സോ ദ ബെസ്റ്റ് തിങ് വാട്ട് വി ക്യാൻ ഡു ഇസ് ഇഫ് യു ഹാവ് 500 ഷെയർസ് യു സെൽ 100 or 150 ഷെയർസ്. പിന്നും കയറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വിൽക്കാം. പിന്നെ എത്ര വരെ കയറണമെന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് 100 എണ്ണം വച്ചേക്കുക. എവിടെ വരെ പോകണമെന്ന് നമുക്ക് നോക്കിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കൊടുക്കാം. ഇതല്ലാതെ നമുക്ക് ഇത്ര വെച്ച് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ വിറ്റ് കളയാം, ഓവർ വാല്യൂഷൻ ആണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് വാട്ട് വി ഹാവ് ടു ബി കെയർഫുൾ ഇസ് അബൌട്ട് ദി മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്, എസ്പെഷ്യലി ഇൻ ഞാൻ ഈ പറഞ്ഞ 3 സെക്ടേഴ്സിൽ വി ഷുഡ് ബി കെയർഫുൾ. പിന്നെ എനിക്ക് വേറെ 2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഡയറക്റ്റ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല, പക്ഷേ മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഐ ഡോണ്ട് നോ വെദർ യു ആർ ഓൾ അവെയർ ദാറ്റ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡെറിവേറ്റീവ്സ് വോളിയം നടക്കുന്ന NSEയിലാണ്. ഫ്യൂച്ചേഴ്സും കമ്പൈൻഡ് ആയിട്ട് ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസിലൊക്കെ ഭയങ്കര വോളിയമാണ് ചെയ്തത്. വോളിയം മീൻസ് ഇപ്പോൾ എല്ലാ ദിവസവും എക്സ്പയറി ആണ്, വീക്കിലി എക്സ്പയറി ഉണ്ട്. ഒരു ദിവസം ഫിൻ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ്, അപ്പോൾ ഡെയിലി എക്സ്പയറി ആണ്, വീക്കിലി എക്സ്പയറി. ഈ ഓപ്ഷൻസ് എന്നുള്ള പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ബ്രോട്ട് ഇൻ only for the purpose of hedging. അങ്ങനെയാണ് ഒറിജിനലായിട്ട് ഈ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇവിടെ റാമ്പൻ സ്പെക്കുലേഷൻ നടന്നിട്ട് ഹ്യൂജ് വോളിയൂംസ് ആർ ഹാപ്പനിങ്. അപ്പോൾ സെബിയുടെ ഏതോ ഒരു കണ്ടുപിടുത്തത്തിൽ ദേ ടോൾഡ് ദാറ്റ് 90% of the retail investors who are trading in futures and options are losing money. അത് സത്യമാണ്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 90 അല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് പൈസ പോവുകയാണ്. ലോങ് ടേമിൽ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ, ഒരു SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ മാർക്കറ്റ് ഇറങ്ങിയാലും ദേ ഷുഡ് നോട്ട് ബി അഫ്രൈഡ്, ദേ ഷുഡ് ബൈ ദ സ്റ്റോക്സ് അറ്റ് ലോവർ റേറ്റ്. അത് മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേഷന് പറ്റുള്ളൂ. ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ മിക്കവാറും ക്ലയൻസിന് പൈസ പോവാണ്. സോ സെബി ഈസ് ഓൾസോ എക്സ്ട്രീംലി വറീഡ് അബൌട്ട് ദ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഈ റീറ്റെയിലേഴ്സിന് ഭയങ്കര പൈസ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ at that time these people will ask, നിങ്ങൾ സെബി എന്താ ആക്ഷൻ എടുക്കാത്ത? റാമ്പൻ സ്പെക്കുലേഷൻ വാസ് ഗോയിങ് ഓൺ. ഇഫ് ഇറ്റ് ഈസ് ഫോർ ഹെഡ്ജിങ്, വൈ വീക്ക്ലി ഓപ്ഷൻസ്? എക്സ്പയറി എന്തിനാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരൂ എന്നുള്ളത് പേടിച്ചിട്ട് സെബി ഈസ് ടേക്കിംഗ് സം വെരി സ്ട്രിഞ്ചന്റ് ആക്ഷൻ ടു റെഡ്യൂസ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ F&Oയിൽ ചെയ്യുന്ന ഓപ്ഷൻസിൻ്റെ അല്ല ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിലും അതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 5 lakh rupees ആണ്. Previously it was 2 lakh rupees. Years back they increased it to 5 lakh rupees to reduce retail participation. എന്നിട്ടും കുറഞ്ഞില്ല. Now on a discussion paper ഒരു സെബിയുടെ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ we are going to increase the lot size of futures and options from 5 lakhs to 20 to 30 lakhs. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇരട്ടി മുതൽ 6 ഇരട്ടി ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മളൊക്കെ വല്ലപ്പോഴും ഓപ്ഷൻസിൽ ചെയ്യുന്നത് ഒരു ലോട്ട് എന്നാലും മേടിക്കും, പിന്നെ അല്ലെങ്കിൽ ആവറേജ് 2 ലോട്ട് മേടിക്കും. അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇക്വലൻ്റ് ആയിട്ടുള്ള 4 ലോട്ട് മുതൽ
6 ലോട്ട് വരെ ഉള്ള മാർജിൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് 30 lakhsന്റെ ഒരു പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് 1.5 ലക്ഷം 2 ലക്ഷം രൂപ മതി. ഇനി ഫ്യൂച്ചേഴ്സിൽ ഒരു ലോട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ 7-8 ലക്ഷം രൂപ ഉള്ള ഒരാളുടെ ഫ്യൂച്ചേഴ്സിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ദാറ്റ് വിൽ അഫക്ട് ദ വോളിയൂംസ് ഇൻ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്. ഒന്ന്, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറയും. കാര്യം അത്രയും മാർജിൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പീപ്പിൾ ആർ ലൂസിങ് മണി ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, മോസ്റ്റ് പീപ്പിൾ. ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നതല്ല, അങ്ങനെയാണ് ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് കാണുന്നത്. ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ മേക്കിംഗ് മണി ഓൾസോ. ഇല്ലാന്ന് ഞാൻ പറയാം, സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്കും പാനിക്കായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വിൽക്കാത്ത ആൾക്കാരൊക്കെ ദേ ആർ മേക്കിംഗ് മണി ഇൻ ഫ്യൂച്ചേഴ്സ്. നമ്പേഴ്സ് കുറവാണെന്നുള്ളേ ഉള്ളൂ. സെക്കൻഡ് തിങ് വാട്ട് സെബി ഈസ് ഡൂയിങ് ഈസ്, നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ചെയ്യുന്ന ആൾക്കാർ സപ്പോസ് ദേ ഹാവ് 25 lakhs വിത്ത് ദം, ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഗുഡ് സ്റ്റോക്സ്. ഈ നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്സിനെ എക്സ്ചേഞ്ചിൽ മാർജിനായിട്ട് പ്ലെഡ്ജ് ചെയ്യും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാർജിൻ. അപ്പോൾ നമുക്ക് 25 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് അപ്രൂവ്ഡ് ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ്, അവരുടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വി വിൽ ഗെറ്റ് എ പൊസിഷൻ അറൗണ്ട് 15 ലക്ഷമോ അല്ലെങ്കിൽ അതിനുള്ള മാർജിൻ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ NSE-യിൽ ട്രേഡ് ചെയ്യുന്ന ഐ തിങ്ക് അറൗണ്ട് 2600 ഷെയർസ് ആണ് NSE-യിൽ റെഗുലറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഷെയർസ്. ഇപ്പോൾ ഈ ഷെയർസിൽ 1793 ഷെയർസ് വെർ അലൗഡ് ടു ബി ഗീവൺ ആസ് മാർജിൻ. കാര്യം അതിന് ലിക്വിഡിറ്റി ഉണ്ട്, നല്ല കമ്പനീസാണ്. ബാക്കിയുള്ള ഷെയർസിന് മാർജിനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. നൗ ഈ 1793 1010 ഷെയർസ് ദേ റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഷെയർസ് വിച്ച് ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ അക്സെപ്റ്റ്സ് ആസ് മാർജിൻ. എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ ഷെയർസ്, ഇപ്പം ടാറ്റ, അദാനി പവർ, എൻ്റെ കയ്യിലുള്ള ഷെയർസാണ്, ഞാൻ അതുകൊണ്ട് ഓർക്കുന്നുള്ളൂ. സ്നൈഡർ ഇലക്ട്രിക്കൽസ്, ഇതൊക്കെ മൾട്ടിനാഷണലും നല്ല കമ്പനീസാണ്. ഇതുപോലുള്ള കുറേ നല്ല കമ്പനീസിനെ അവരങ്ങ് റിമൂവ് ചെയ്തു. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ആവറേജ് റീറ്റെയിൽ ഇൻവെസ്റ്റർ അവർക്കുണ്ടായിരുന്ന ഈ ഷെയർസ് അവർ പറയുന്നത് വി ആർ ഡൺ ഇറ്റ് ഓൺ ഇമ്പാക്ട് കോസ്റ്റിൻ്റെ ബേസിൽ, ഇമ്പാക്ട് കോസ്റ്റ് കൂടിയിരിക്കുന്നതാണ് ഞങ്ങൾ റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ബട്ട് ഈവൻ ആൻ ആവറേജ് ഇൻവെസ്റ്റർ ഹൂ ഹാസ് 25 lakh ഷെയർസ്, ഇപ്പോൾ 17 ലക്ഷം രൂപ പ്ലെഡ്ജ് ചെയ്യുന്ന ആളിന് ഇപ്പോൾ ഒരു 7-8 ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ മാർജിനായിട്ട് ലഭിക്കുള്ളൂ. ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഐ തിങ്ക് ഇൻ ദ നിയർ പ്രാബല്യത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദീസ് ആർ 2 നെഗറ്റീവ് തിങ്സ് ദാറ്റ് സെബി ഈസ് ടേക്കിംഗ് ടു കർബ് സ്പെക്കുലേഷൻ. അപ്പം റീറ്റെയിൽ പാർട്ടിസിപ്പേഷന് ഇപ്പോൾ ഒരു ലോട്ട് വെച്ച് ചെയ്യുന്ന എനിക്ക് ഒരുപാട് ക്ലയൻസിനെ അറിയാം. അവർക്കെല്ലാം 4 ലോട്ട് 5 ലോട്ടിൻ്റെ പൈസ ഉണ്ടെങ്കിലേ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഉള്ളത് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കാർത്തിക് പറയും. ബട്ട് വാട്ട് ഐ വോണ്ട് ടു സേ അബൌട്ട് ദ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ഫിയേഴ്സ് ഉണ്ട് ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. എന്തെങ്കിലും നെഗറ്റീവായിട്ട് കൊണ്ടുവരാതെ ഇരുന്നാൽ തന്നെ ബഡ്ജറ്റ് പോസിറ്റീവ് ആയിരിക്കും, മാർക്കറ്റ് കയറിപ്പോവും. 2 കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്കിപ്പോൾ 15% ആണ്. പ്രീവിയസ്ലി ഇപ്പോൾ ഐ തിങ്ക് ഇൻ 2008 നമ്മുടെ ചിദംബരം മിനിസ്റ്റർ ആയിരുന്ന ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ ഇൻട്രൊഡ്യൂസ്ഡ് STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജസ്. അപ്പോൾ ഒരുപാട് പേര് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ STT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, എനിബഡി ഈസ് ബൈയിങ് ഓർ സെല്ലിങ് ഷെയർസ്, ഐ തിങ്ക് STT ഈസ് ചാർജ്ഡ് ഓൺ സെയിൽസ്. ഷെയർ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ മേക്കിംഗ് പ്രോഫിറ്റ് ഓർ നോട്ട്, ആ എത്ര ഇതാണ് നിങ്ങൾ വിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഇറ്റ് ഈസ് കളക്റ്റഡ് ആസ് STT. അപ്പോൾ അന്ന് ഇത് STT കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് സ്പെസിഫിക്കലി സെഡ് ദാറ്റ് വാട്ട് എവർ യു ആർ പേയിങ് ആസ് STT ഈസ് ടാക്സ്. നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ഈസ് 10 lakhs ആണെങ്കിൽ, if you have paid 3 lakh STT, that will be reduced from your tax. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങോട്ട് മാറ്റി. STT അവർ ചാർജ് ചെയ്യും, ബട്ട് യു കാൺ അഡ്ജസ്റ്റ് അഗൻസ്റ്റ് ദി ടാക്സ്. നിങ്ങൾ വേണം എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്തോളാൻ പറഞ്ഞു. അതിപ്പോൾ അവർ പറയാതെ നമുക്ക് അറിയാതെ എക്സ്പെൻഡിച്ചർ ആണെന്ന്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് അതിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ STT ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് വാട്ട് ദേ ഡൺ അറ്റ് ദാറ്റ് ടൈം ഈസ് ദേ റെഡ്യൂസ് ദി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടു 0 ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 10 ആക്കി.
പിന്നെ STT ഗ്രാജുവലായിട്ട് വന്നിട്ട് പല പ്രാവശ്യമായിട്ട് STT കൂട്ടി, എന്നിട്ട് ലോങ് ടേം ക്യാപിറ്റൽ 0ൽ നിന്ന് 10 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 10ൽ നിന്ന് 15 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം ടാക്സേഷൻ റെജീം വരണമെന്നുള്ള ഒരു പല റെക്കമെൻഡേഷനിലും ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വാട്ട് വി ആർ പേയിങ് 15%, that short term capital gain will be added to our total income. So if you are a high HNI who is paying 40% tax, 42% ആണ് ഏറ്റവും കൂടുതൽ വലിയ HNIs പേ ചെയ്യുന്നത്, then instead of 15% you have to pay 42% tax for short term gain. ഓക്കെ, പിന്നെ ഈ 15%, 10% എന്നുള്ളത് ലോങ് ടേം അത് കൂട്ടിയിട്ട് ചിലപ്പം 20%ഓ 15%ഓ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഒരു ഫിയർ ഉള്ളത്. പിന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് സ്പെക്കുലേറ്റീവ് ഇൻകം ക്യാൻ ബി സെറ്റ് എഗൻസ്റ്റ് അവർ ബിസിനസ് ഇൻകം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഓഡിറ്റ് തന്നെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് എൻ്റെ ഓഡിറ്റ് നടക്കുന്നത്. സപ്പോസ് എനിക്ക് ഒരു വർഷം 50 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ 10 ലക്ഷം രൂപ ലോസ് ആണെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡെറിവേറ്റീവ് ബിസിനസ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്ത് എനിക്ക് 40 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, നൗ വാട്ട് ദേ ആർ പ്ലാനിങ് ടു ഡു ഈസ്, ഈ ഡെറിവേറ്റീവ്സ് എന്ന് വരുന്ന ഇൻകം ഇസ് ദേ ആർ ഗോയിങ് ടു ട്രീറ്റ് ഇറ്റ് ആസ് സ്പെക്കുലേറ്റീവ് ഇൻകം. ഇത് ഒരു പ്രൊപ്പോസലാണ് കേട്ടോ. സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റ് അഗൈൻസ്റ്റ് ഓൺലി സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ എനിക്ക് സ്പെക്കുലേറ്റീവ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ആൻഡ് ഐ ഹാവ് ടു പേ ടാക്സ് ഫോർ 50 lakh rupees. അടുത്ത വർഷം നമുക്ക് സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനകത്തുള്ളൊരു ഹ്യൂജ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ദിസ് ഇസ് ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ആർ ഒറിജിനലി ക്രിയേറ്റഡ് ആസ് ഹെഡ്ജിങ് പ്രോഡക്ട്സ്. ഓക്കെ, നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഹെഡ്ജ് ചെയ്യാനായിട്ട് പീപ്പിൾ ഗോ ആൻഡ് സെൽ ഇൻ ദ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ വിൽ മേക്ക് പ്രോഫിറ്റ് ഇൻ ദി ക്യാഷ് മാർക്കറ്റ് ആൻഡ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഷോർട്ട് ആയിട്ടുള്ള പൊസിഷൻ ഈ വിൽ മേക്ക് എ ലോസ്. അപ്പോൾ ഈ റൂൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മാർക്കറ്റിലുള്ള പ്രോഫിറ്റിന് ടാക്സും കൊടുക്കണം, ഫ്യൂച്ചേഴ്സിൽ വന്ന ലോസ് ഇറ്റ് ഹാസ് ടു ബി ക്യാരി ഫോർവേഡ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പം ദി വെരി പർപ്പസ് ഓഫ് ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ആസ് എ ഹെഡ്ജിങ് പ്രോഡക്റ്റ് വിൽ നോട്ട് ഹാവ് എനി ഒരു വാല്യൂ ഇല്ലാതെ ആയി പോവും. ഈ രണ്ട് ഫിയർ ആണ് ബഡ്ജറ്റിൽ ഉള്ളത്. അപ്പം ഐ ഡിസ്കസ് വിത്ത് കാർത്തിക് ആൻഡ് ഈ സെയിങ് ബഡ്ജറ്റിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. കാര്യം പുതിയ ഗവൺമെൻറ് വന്നു, ആദ്യത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് ഇത് കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റ് വിൽ ഒബ്വിയസ്ലി ക്രാഷ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു കറക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫിയറാണ്. ഇത് രണ്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു there is nothing negative, the markets are likely to go up even after the budget.